എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. പാർവതീസ് ബൈ പാർവതി മുരളീധരൻ. ഇന്നൊരു DIY ആണ്. ഷാംപൂ ബോട്ടിൽ റീയൂസ് ഐഡിയാസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഷാംപൂ ബോട്ടിൽസ് ഉപയോഗിച്ച് 3 ഐറ്റംസ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക. വാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക, എങ്കിലേ നോട്ടിഫിക്കേഷൻ മൊബൈലിൽ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഷാംപൂ ബോട്ടിൽസ് ഉപയോഗിച്ചാണ് ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യുന്നത്. 4 ഷാംപൂ ബോട്ടിൽസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുപോലത്തെ 2 കണ്ട് നാച്ചുറൽ ആ ഷാമ്പൂവിൻ്റെ ഒരേപോലത്തെ വലിയ ബോട്ടിൽസ്. അതാദ്യം നമുക്കൊന്ന് ഇതെല്ലാം നമ്മൾ ഒരു ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പോവുകയാണ്. ആദ്യം ഞാൻ ഈ 2 ഒരുപോലെ ഒന്ന് മുറിച്ചെടുക്കാൻ പോവുകയാണ്. അത് തൊട്ട് ചെറുത് തൊട്ട് വലുതായിട്ട് നേരെ 2ആയിട്ട് മുറിച്ചെടുത്തിരിക്കുന്നതാണ്. വലിപ്പ വ്യത്യാസമുണ്ട്. ഒന്നിനും താഴെ ഒന്നായിട്ട് അടുക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ മുറിച്ചെടുത്തിരിക്കുകയാണ്. അടപ്പിൻ്റെ വശവും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അടപ്പ് ഊരാതെ തന്നെ. അപ്പോൾ ഇതിനിയും വേണ്ടത് നമുക്കൊരു പഴയ ക്ലോത്ത് എടുത്ത്, അപ്പോൾ ഇത് ഇത്രയാ 2 വലിയ പീസ് ഷാംപൂ ബോട്ടിലാണ്. അടുത്ത ഈ ചെറിയ ഷാംപൂ ബോട്ടിൽ ഞാൻ ഈ ഭാഗമാണ് ഒന്ന് മുറിച്ച് മാറ്റുന്നത്. മുകളിലത്തെ ആ ഭാഗം, ഞാൻ ഈ കാണിച്ച ഭാഗം ഒന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ നമുക്ക് പേപ്പേഴ്സൊക്കെ വെക്കാനായിട്ട് കണ്ടോ ഇങ്ങനെ മുറിച്ചെടുത്തു. ഇനി നമുക്കൊരു പഴയ ക്ലോത്ത് എടുക്കാം. ഇതെൻ്റെ ഒരു പഴയ ക്ലോത്താണ്, കീറിയ ഒരു തുണിയാണ്. അതിൽ നിന്ന് ഞാൻ ഇത് കവർ ചെയ്യാൻ ആവശ്യമായ പീസസ് മുറിച്ചെടുക്കുന്നു. ഈ ബോട്ടിൽ മുറിച്ചത് കവർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫെവിക്കോൾ തൂത്ത് നമ്മൾ ഈ തുണി ഉപയോഗിച്ചതങ്ങ് കവർ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് തൂത്ത് വലിച്ച് വൃത്തിയായിട്ട് ഒട്ടിച്ചെടുക്കണം. തൂത്ത് ഒട്ടിക്കണം, അല്ലെങ്കിൽ ചുളിവ് വീഴും. ഇപ്പോൾ ചുളിവ് വീഴാതെ നമ്മളിത് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് അതിൻ്റെ ചുവട് ഭാഗം കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം. ചുവടിലേക്കും ഒരു പീസ്, അതിന് ചേരുന്ന ഒരു പീസ് കട്ട് ചെയ്ത് ചുവട് ഭാഗവും കവർ ചെയ്തു. ഇപ്പം നല്ല നീറ്റായില്ലേ? അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഈ പീസ് ഈ ബാക്കി 4 പീസ് കൂടി ഇതുപോലെ തന്നെ തുണി ഉപയോഗിച്ച് നമ്മൾ കവർ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതായത് ഞാൻ എല്ലാ പീസും ഇതുപോലെ തന്നെ കവർ ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫെവിക്കോൾ വെച്ച് തന്നെ ഈ രീതിയിലാണ് ഇത് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. ഏറ്റവും വലുത്, അതിന് തൊട്ട് ചെറുത് അങ്ങനെ സൈഡിലായിട്ട് ഈ പീസ് കൂടി വെച്ച് ഇങ്ങനെയാണ് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതാ കണ്ടില്ലേ? അപ്പം ഞാനിത് ഒട്ടിച്ചെടുത്തു. ഗ്ലൂ ഗൺ ഉള്ളവർക്ക് ഈസിയായിട്ട് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇച്ചിരി താമസം എടുക്കും ഉണങ്ങി ഒട്ടി വരാനായിട്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ടേബിൾ ടോപ്പ് ഓർഗനൈസറായിട്ടോ അല്ലെങ്കിൽ സ്റ്റഡി ടേബിൾ ഓർഗനൈസറായിട്ടോ മേക്കപ്പ് ഓർഗനൈസറായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. പേപ്പേഴ്സൊക്കെ ഇതാ ഇതിൽ വെക്കാം. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇനി ഈ ഷാംപൂ ബോട്ടിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പെൻസിൽ പൗച്ച് ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത്. കളർ പെൻസിലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാനാണ്. അപ്പോൾ ഞാൻ ഇതിങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. മുഴുവൻ കട്ട് ചെയ്യുന്നില്ല, തുറക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് നിർത്തിക്കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിനെ നമുക്ക് വേറൊരു ക്ലോത്ത് ഉപയോഗിച്ച് ഇതിനും തന്നെ കവർ ചെയ്തെടുക്കാൻ പോവുകയാണ്, മുമ്പേ ചെയ്തെടുത്ത പോലെ തന്നെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കളർ പെൻസിലൊക്കെ ഇട്ട് വെക്കാം, ഉള്ള പൗച്ചായിട്ട് ഉപയോഗിക്കാം. എന്താ അപ്പോൾ ഞാനിതും തുണി കൊണ്ട് കവർ ചെയ്തെടുത്തു. ഇത് വേറൊരു തുണിയാണ്, അതും എല്ലാ ഭാഗവും കവർ ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇതിനൊരു അടപ്പ് വേണമെന്നുണ്ട്, ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിപ്പ് ഇവിടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ച് വെക്കുകയോ സൂചി നൂല് ഉപയോഗിച്ച് തയ്ച്ച് വെക്കുകയോ ചെയ്താൽ സിപ്പ് ആയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പ്രസ് ബട്ടൺ ഒരു തുണിയിൽ അറ്റാച്ച് ചെയ്ത് ഘടിപ്പിച്ച് വെക്കാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിതിനെ കവർ ചെയ്യാം. അപ്പോൾ പെൻസിൽ പൗച്ച് റെഡി. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ ഒരു ചെറിയ പീസ്, ഇത് മാത്രമാണ് ഇതിലെ വേസ്റ്റ്, അതും നമ്മൾ ഉപയോഗപ്പെടുത്താൻ പോവുകയാണ്. അതിൽ നിന്ന് 2 ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തു, കണ്ടില്ലേ, ഇയറിങ്ങിനായിട്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഇയറിങ് ഉണ്ടാക്കാൻ പോവുകയാണ്. പപ്പടം കുത്തി ചൂടാക്കി മുകളിൽ 2 ഹോൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൽ കൂടെ ഞാൻ ആ ജമ്പ് റിങ് കയറ്റുകയാണ്. എൻ്റെ ഇയറിങ് ഉണ്ടാക്കുന്ന വേറെ വീഡിയോസ് കണ്ടു നോക്കുക, പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ജമ്പ് റിങ്ങും ഇയർ ഹുക്കും ഞാൻ അതിലൂടെ കടത്തി അത് ഇയറിങ് ആക്കി മാറ്റി. അപ്പോൾ ഇനി നമുക്ക് അതിനെ ഫർണിഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ ഷാംപൂ ബോട്ടിലിൻ്റെ ഒന്ന് പീസ് പോലും വേസ്റ്റ് ആക്കിയില്ല എന്നുള്ളതാണ് വേസ്റ്റിൻ്റെ മാക്സിമം റീയൂസ്. അപ്പോൾ ഇതാ ഞാനൊരു മുത്തുകൂടി വേറൊരു വളയം വളച്ച് ഓരോ മുത്തുകൂടി അതിലേക്ക് കൊരുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് സ്റ്റോൺസൊക്കെ ഒന്ന് ഒട്ടിച്ച് ഭംഗിയാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത് വൈറ്റ് പെയിൻ്റ് ഒന്നും ചെയ്യുന്നില്ല, വൈറ്റ് പ്രതലം തന്നെയാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വൈറ്റ് ടോപ്പിൻ്റെ കൂടെയൊക്കെ ഇടാം. അപ്പം ഞാനിതിൽ 2 കളറിലെ സ്റ്റോൺസ് മിക്സ് ചെയ്ത് ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പം നല്ല ഭംഗിയായില്ലേ? അപ്പോൾ നമ്മുടെ ഷാംപൂ ബോട്ടിൽ ഉപയോഗിച്ച് നമ്മുടെ ഓർഗനൈസർ, ഇയറിങ് ആൻഡ് പെൻസിൽ പൗച്ച്, ഞാനിതിൽ കളർ മാർക്കേഴ്സാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റീയൂസ് ഐഡിയ ആണ്. ബായ്.